ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഇപ്പോൾ ഇതേ ഞാൻ പുറത്ത് പോയി പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതേ ഇന്നത്തെ ഡേ ഫുൾ വീട്ടിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഇത് ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ചൂട് കൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഏരിയയിൽ ഭയങ്കരമായിട്ട് ചൂട് നല്ലോണം സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ ഇന്നൊരു ഔട്ടിങ് പറയാമെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. എനിക്ക് പുറത്ത് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അത് പോയി കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നു. പിന്നെ പുറത്ത് ക്ലൈമറ്റ് ഭയങ്കര ചൂടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ടയർഡ്നെസ് ശരീരത്തിനുണ്ട് കേട്ടോ. എൻ്റെ ഏജ് കൂടി വരുന്തോറും ആ ഒരു ടയർഡ്നെസ് ശരീരത്തിന് വരും. നമ്മുടെ ബോൺസൊക്കെ എപ്പോഴും സ്ട്രെങ്ത് സോറി അങ്ങനെ ഒരു വേർഡ് ഉണ്ടോയെന്ന് അറിയില്ല. സ്ട്രെങ്ത് ആയിട്ടും നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്ന മസ്റ്റാണ് കേട്ടോ. അതായത് ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള എക്സസൈസസ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കോളൂ കേട്ടോ. അതിൽ നിന്നൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഒരിക്കൽ ഞാൻ സൂംബയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു 15 മിനിറ്റ് വീഡിയോ എനിക്ക് 7 മിനിറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബിക്കോസ് അത്ര എൻ്റെ ബോഡിക്ക് ആ ഒരു എക്സസൈസ് അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ എക്സസൈസിൻ്റെ കേസിൽ ഞാൻ ലാസ്റ്റ് ഇയർ ഐ തിങ്ക് ഒരു ജൂൺ ജൂലൈ അല്ല കേട്ടോ, ഒരു മാർച്ചാണ് തോന്നുന്നു. മാർച്ച് ആ സമയമായപ്പോൾ ഞാൻ എക്സസൈസ് രാവിലെ എണിച്ച് ജസ്റ്റ് പല്ലൊക്കെ തേച്ച് പോയിട്ടൊന്ന് എക്സസൈസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. വാക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കുറച്ച് ലേസിയായി, ഇത്തിരി ഉറക്കം കൂടിയത് കാരണം ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങിയത് കാരണം തടി വെച്ച് ഇങ്ങനെ വരാനൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ പ്രായം കൂടി വന്നാലും ഓരോ ഏജിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഫുഡ് നന്നായി ഇൻടേക്ക് നല്ലോണം വേണം. പിന്നെ അതുപോലെ തന്നെ എക്സസൈസ്. എൻ്റെ കേസാട്ടോ ഞാൻ ഈ പറയുന്നത്. ഇതൊന്നും ഇപ്പോൾ ഞാൻ പ്രൊഫഷണലായിട്ട് പറയാൻ ഒരു ഡോക്ടറോ ഒന്നും അല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ കാര്യങ്ങളാണ് ഇവിടെ, ജസ്റ്റ് എൻ്റെ കാര്യങ്ങളിവിടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഫുഡ് ഇൻടേക്ക് വേണം, അതിനനുസരിച്ച് എക്സസൈസ് ചെയ്യണം, നമ്മുടെ ബോഡി എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. പിന്നെ അതിനനുസരിച്ച് പ്രോട്ടീൻ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ വേണമെന്നാണ് പറയുക. പിന്നെ എനിക്ക് BP ലോ ആവുന്ന ഇഷ്യൂസൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ മാക്സിമം നാരങ്ങ വെള്ളമൊക്കെ കലക്കി കുടിക്കും. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു ബേസിക് സ്കില്ലില്ലേ, കുക്കിംഗ് സ്കില്ലൊക്കെ നന്നായിട്ട് ബേസിക്കായിട്ട് എന്തെങ്കിലും വെക്കാൻ അറിഞ്ഞാൽ മതി. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചായ വെക്കാം, കോഫി വെക്കുക, അങ്ങനെ നമ്മൾ കുക്കിംഗ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെയല്ല, നമ്മൾ തനിയെ പഠിക്കുകയാണ്. നമുക്ക് ഇന്നെന്ന് വെച്ചാൽ ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതേ കുക്കിംഗ് ഒക്കെ പഠിച്ചു വെക്കാൻ നമുക്ക് യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് കിട്ടും. കിച്ചണിലൊക്കെ പോകുമ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോസ് നോക്കിയിട്ടൊക്കെ ചെയ്യുക. ചിലതൊക്കെ അല്ലാതെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഞാൻ വേറൊരു ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഉപ്പേരി ഐറ്റംസ്, പിന്നെ ചാറ് കറികൾ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ അറിയാം. പിന്നെ കുറച്ച് ഈ സൈഡ് ഡിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തായാലും ഫോണിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് എക്സ്പേർട്ട് ആവണം. എന്തൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് സാധിക്കണം എന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബേസ് മെല്ലെ സ്റ്റാർട്ട് ചെയ്യുക. അതൊരു സ്ലോ പ്രോസസ്സായിരിക്കും. പക്ഷെ അവിടെ നിന്നൊക്കെ ഇപ്പം ഈ കാര്യമില്ല, എന്ത് കാര്യമാണെങ്കിലും അതിന് തളർത്താൻ കുറേ പേര്, അത് ഹ്യൂമൻ ബീങ്സ് അങ്ങനെയാണ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സ് അങ്ങനെയാണ്. കാരണം നമ്മളെ തളർത്താൻ പിന്നിന്നൊക്കെ ഉണ്ടാവും പല കാര്യങ്ങളും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ട് നമുക്കത് അങ്ങനെ വലിയ കാര്യം വരില്ല. അപ്പം നമുക്ക് നമ്മളെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ചിന്തിക്കുന്നവിടെ, അതായത് ഇപ്പം എന്ന് അറിയാത്ത കാര്യമാണെങ്കിൽ ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ് എന്നൊരു കോൺഫിഡൻസ് മതി കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ എന്തെങ്കിലും പൊട്ടത്തരത്തിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ സോറി ഒന്നും വിചാരിക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്